ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇന്ന് ഞങ്ങളൊരു യാത്ര പോവാണ്, മൂന്നാറിലോട്ടാണ്. പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഇതൊരു പാക്കേജ് ടൂറാണ് കേട്ടോ. അവരുടെ ചർച്ചിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ ജോയിൻ ചെയ്തു. ഏറ്റവും ലാസ്റ്റ് മിനിറ്റിലാണ് കേട്ടോ ഞങ്ങൾ ജോയിൻ ചെയ്തത്. ലാസ്റ്റ് മിനിറ്റിൽ ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൈ കിട്ടിയതെല്ലാം കൂടെ എടുത്ത് 2-3 ബാഗിലാക്കി ഞങ്ങൾ പോവായിരുന്നു കേട്ടോ. പ്രോപ്പറായിട്ടുള്ള പാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ അവിടെ ചെന്നതിന് ശേഷമുള്ള വീഡിയോ എടുത്തില്ല. ബസ്സിൽ കയറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. ആ ബസ്സിൽ കയറിയപ്പോൾ തൊട്ട് എനിക്ക് നല്ല തലവേദനയും വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇനി വെളുപ്പാങ്കാലത്താണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. മൂന്നാറിലേക്കാണ് കേട്ടോ പോകുന്നത്. മൂന്നാറിൻ്റെ രാവിലത്തെ ഉള്ള ഒരു വ്യൂ ആണ് ഇത്. മൂന്നാറിൻ്റെ വ്യൂ ആണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയത് മറയൂരിലാണ്. മറയൂരിൽ ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ മറയൂരിലേക്ക്. മറയൂർ എത്തി, റൂമൊക്കെ എടുത്ത് ഫ്രഷായി. സത്യം പറഞ്ഞാൽ ഞാൻ കുളിച്ചേ ഇല്ല. നല്ല ഐസ് വാട്ടർ ആയിരുന്നു കേട്ടോ. നല്ല തണുപ്പായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് കുളിച്ചായിരുന്നു കേട്ടോ. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ രാവിലെ. ആണ് അഖിൽദാസ് ഏട്ടനും വൈഷ്ണവിയും 6ാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ചതാണ് കേട്ടോ. ഇപ്പോഴും ഞങ്ങൾ ആ ബോണ്ട് വിട്ടിട്ടില്ല. ഞങ്ങൾ ഓഫ് റോഡ് ട്രക്കിങ്ങിനാണ് കേട്ടോ പോകുന്നത്. ഫസ്റ്റ് ഞങ്ങൾ പോയത് ചന്ദനത്തോട്ടത്തിലേക്കാണ് കേട്ടോ. ചന്ദന മരങ്ങളുടെ തോട്ടത്തിലേക്ക്. കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ മറയൂർ മാത്രമേ ഉള്ളൂ കേട്ടോ ചന്ദനത്തോട്ടങ്ങൾ. പിന്നെ ഉള്ളത് കർണാടക അങ്ങോട്ടൊക്കെയാണ്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതാണ് കേട്ടോ ആ ഒരു പ്ലേസ്. ഇത് വന്നിട്ട് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. ഇതിലൊന്നും നമുക്ക് കൈ കടത്താനോ ഒന്നിനും പറ്റത്തില്ല. പക്ഷെ ഇത് പുറത്തോട്ടും വളർന്നു നിൽപ്പുണ്ട്. എല്ലാവരും നേരത്തെ വന്നവരാണെന്ന് ഓരോ മരങ്ങളിലിങ്ങനെ കുഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് എത്രയോ ലക്ഷം രൂപയാണ്. വൈഷ്ണവി നന്നായിട്ട് ആഞ്ഞ് ചുരണ്ടുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ ചന്ദനം ഉള്ളത്. അതാണ് അവൾ ഈ ചുരണ്ടി നിൽക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഹണി റോക്കിലേക്കാണ് കേട്ടോ. ഞങ്ങൾ നല്ല പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്താണ് പോകുന്നത്. ഇതാണ് ഹണി റോക്ക്. ഈ കാണുന്ന പാറക്കെട്ടുകളിൽ ഒരുപാട് തേനീച്ചക്കൂടുകളും തേനീച്ചകളും ഉണ്ടെന്നാണ് കേട്ടോ ആ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. പക്ഷേ ഇപ്പം മഴ കാരണം എല്ലാം പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് സ്ട്രോബെറി പാടത്തേക്കാണ്. പക്ഷേ വരുന്നതിന് പോലും ഒരു സ്ട്രോബെറി പോലും ഞങ്ങൾ കണ്ടില്ല. മഴ പെയ്ത് ഫുള്ള് ഹാർവെസ്റ്റിങ് എല്ലാം കഴിഞ്ഞ് കുറേയൊക്കെ മഴയത്തൊക്കെ പോയെന്നാണ് കേട്ടോ അവിടെയുള്ളവർ പറഞ്ഞത്. സ്ട്രോബെറി കൊണ്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. പിക്കിൾസ് ഉണ്ടായിരുന്നു, ജാം ഉണ്ടായിരുന്നു, സ്കോഷ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഐറ്റം. ഞങ്ങൾ അച്ചാറൊക്കെ ടേസ്റ്റ് ചെയ്തായിരുന്നു. അച്ചാറും ജാമും ഒക്കെ ടേസ്റ്റ് ചെയ്തായിരുന്നു. ഈ അച്ചാർ കറക്റ്റ് മാങ്ങ അച്ചാറിന് ടേസ്റ്റ് ആയിരുന്നു. കറക്റ്റ് അതിന് സ്ട്രോബെറിയുടെ ഒരു ഇതും ഇല്ല. കറക്റ്റ് മാങ്ങ അച്ചാർ എങ്ങനെയാണോ അതുപോലെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് നമ്മുടെ ഭ്രമരം വ്യൂ പോയിന്റിലോട്ടാണ്. നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ഭ്രമരം മൂവി ഷൂട്ട് ചെയ്ത സ്പോട്ടാണ് കേട്ടോ. മൂവിക്ക് ശേഷമാണ് കേട്ടോ ഇവിടെ ഭ്രമരം വ്യൂ പോയിന്റ് എന്ന പേര് വന്ന്. ഇത് കാണുന്ന പുൽത്തൈലം ഉണ്ടാക്കുന്ന പുല്ലാണ്. അത് ഉണ്ടാക്കുന്ന യന്ത്രമാണ് കേട്ടോ. ഇത് കുഞ്ഞു കുടില് പോലെ സംഭവം അതിൻ്റെ അകത്താണ് കേട്ടോ. ഇത് അവരെ പ്രോപ്പർട്ടിയിലുണ്ടായ തുള്ളിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടോ, ചെമ്പരത്തി വേലി പോലെ ആക്കി ഒരേ അളവിൽ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അവിടെ നിറച്ച് പൂക്കളും ആപ്പിൾ മരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗ്രീൻ ആപ്പിൾ, റെഡ് ആപ്പിളൊക്കെ. ഈ കണ്ടോ വില്ലുണ്ട്. ബോഗൺവില്ല ഫുള്ള് മഴയത്ത് പോയെന്നാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞത്. ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ നിന്ന്. ഇവിടെ ഏർമാടം ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഏർമാടത്തിലൊക്കെ കയറിയായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം വിറച്ചാണ് കയറിയത്. ഇവിടെ 2 ഏർമാടം ഉണ്ട്. ഒന്നിൽ മാത്രമേ ഞങ്ങൾ കയറിയത്. മറ്റതിൽ ചേട്ടന്മാരൊക്കെ കയറിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. കോടയൊക്കെ മൂടി ഇതൊക്കെ കാണാൻ. പിന്നെ ഞങ്ങൾ പോയത് ഒരു വെള്ളച്ചാട്ടം കാണാനാണ്. നിർത്തി അവിടെ നിന്ന് 800 മീറ്റർ നടക്കാവുള്ളൂ എന്ന് പറഞ്ഞാണ് കേട്ടോ ആ ഡ്രൈവർ ചേട്ടൻ വിട്ടത്. പക്ഷേ ഈ വഴിയൊക്കെ ഇങ്ങനത്തെ ഒരു വഴിയായിരുന്നു കേട്ടോ. കുണ്ടും കുഴിയും കല്ലും പാറക്കല്ലൊക്കെ നിറഞ്ഞത്. നടക്കാനൊക്കെ നല്ല റിസ്ക് ആയിരുന്നു കേട്ടോ. എങ്ങനെയോ നടന്ന് ഞങ്ങൾ ആ വാട്ടർഫോളിൻ്റെ അവിടെ എത്തി. പക്ഷേ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല. നല്ല മഴവെള്ള പാച്ചിലായിരുന്നു കേട്ടോ. കണ്ടോ, ഞങ്ങൾ അപ്പുറത്തെ സൈഡാണ് കേട്ടോ നിൽക്കുന്നത്. ചേട്ടന്മാർ ഓരോ പാറയിൽ കൂടെ ചാടി ഇപ്പുറത്ത് വന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഞങ്ങൾക്ക് അങ്ങോട്ട് പോയത് വേസ്റ്റ്. എത്രയും ഞങ്ങൾ നടന്നായിരുന്നു. പിന്നെ തിരിച്ച് നടന്നപ്പോൾ നല്ല കടുത്ത് കേട്ടോ. കയറി വരാൻ നല്ല ബുദ്ധിമുട്ട്. ഇതായിരുന്നു വഴികളൊക്കെ. ഇതായിരുന്നു കണ്ടോ നടന്നു പോകുന്ന വഴി. അച്ഛനും മോനും ഇത്തിരി വെള്ളം കണ്ടപ്പോൾ അവിടെ കയറി മുഖം കഴുകാൻ കാല് കഴുകാണ് കേട്ടോ. ഞങ്ങളും കഴുകിയിട്ട് നല്ല ഐസ് വാട്ടർ പോലെ ഇരുന്നു. നല്ല തണുപ്പായിരുന്നു. നല്ല സുഖമായിരുന്നു അതിൽ ഈ ചൂടത്ത് നടന്നു വന്നിട്ട് അവിടെ നിൽക്കാൻ. എൻ്റെ മോനാണെങ്കിൽ വെള്ളം കണ്ടാൽ പിന്നെ അവന് വേറെ ഒന്നും വേണ്ട. ഭയങ്കര വെള്ളം കളിയാണ് കേട്ടോ. ഇപ്പം അവിടെ നിന്ന് എടുത്തോണ്ട് പോയാൽ അവ ഈ കരയുന്നു. ഞങ്ങളുടെ കാര്യമൊന്നും പറയണ്ട. ഞങ്ങൾ നടന്ന് വേറെ ആരെയൊക്കെ പോലും അവിടുത്തെ ആൾക്കാരെ പോലെ ആയി മാറി ഞങ്ങൾ. എനിക്കും അവൾക്ക് നന്നായിട്ട് കടുത്തായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് എത്തിയപ്പോൾ കാല് വെച്ച് കയറാൻ വയ്യ. നല്ല ബുദ്ധിമുട്ടായിരുന്നു കയറാനായിട്ട്. അങ്ങനെ എങ്ങനെയോ കയറിപ്പറ്റി. പിന്നെ ഞങ്ങൾ പോയത് ഈ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ്. അത് മറയൂർ ശർക്കര ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ ശർക്കര ടേസ്റ്റ് അപാരമായിരുന്നു. ഞങ്ങൾ കുറച്ച് ടേസ്റ്റ് ചെയ്ത് കുറച്ച് വാങ്ങിയൊക്കെ ചെയ്തു കേട്ടോ. ഒക്കെ കഴിഞ്ഞ് ഇനി റൂമിൽ പോവാം, ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഓഫ് റോഡൊന്നും ഇല്ലായിരുന്നു, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെയാണ് അത് നടന്നത്.
ഇതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ നല്ലപോലെ പേടിക്കുകയും ചെയ്ത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത് റോഡോ അങ്ങനത്തെ വഴി എന്തെങ്കിലും ആയിരിക്കും, പക്ഷേ ഇത് ഒരു മലയുടെ മുകളിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ നന്നായിട്ട് പേടിക്കുകയും ചെയ്ത് ആ മല ഞങ്ങൾ കിടുക്കി കളഞ്ഞു. അത്രയ്ക്ക് ഞങ്ങൾ ഈ ഡ്രൈവർ ചേട്ടനെ സമ്മതിക്കണം. ഈ കൊക്കയുടെയൊക്കെ തുമ്പറ്റത്ത് കൊണ്ടുപോയി കൊക്ക കാണിച്ച് തന്നിട്ട് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുമായിരുന്നു കേട്ടോ. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും കൂടെ വിളിച്ച് ഇതൊക്കെ കുന്നിൻ്റെയൊക്കെ അരിവാണിത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വീണ പിന്നെ ആളെ കിട്ടത്തില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. ഒരു പാറപ്പുറത്ത് കൊണ്ടുപോയി ഈ ജീപ്പ് നിർത്തിയിട്ട് ഇങ്ങനെ കുത്തനെ ഇറങ്ങി വരായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ച് എങ്ങാനും ടയറെങ്ങാനും പൊട്ടി എല്ലാം തീരുന്നത്, അങ്ങനത്തെ ഒരു ഇതാണ്. ഇതൊക്കെ കുന്നിൻപുറമാണ് കേട്ടോ. കുന്നിൻപുറത്തൂടെയാണ് ഈ ചേട്ടൻ വണ്ടി കൊണ്ട് കയറ്റുന്നത്. ഇതെല്ലാം പാറപ്പുറത്തൂടെയാണ് ഈ സാഹസങ്ങൾ കാണിക്കുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ് നിന്ന് തീർന്നു എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരുന്ന ഞാനായിരുന്നു. കേട്ടോ സത്യം പറഞ്ഞാൽ പാറയുടെ പുറത്തൂടെ ഇങ്ങനെ കയറ്റി സ്പീഡിൽ ഇറക്കിയായിരുന്നു കേട്ടോ. ഞങ്ങൾ സത്യം നല്ല പേടിച്ചായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നേ. ഇത് കണ്ടോ, ജീവൻ തിരിച്ചു കിട്ടിയിട്ട് കൊലച്ചിരിയാണ് അവിടെ കിടന്ന് ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിനപ്പുറം പേടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ അവിടുത്തെ വ്യൂ. ഇവിടെയും ഭ്രമര മൂവി ലാലേട്ടൻ ആ ജീപ്പൊക്കെ ഓടിച്ച് പോകുന്ന സീനൊക്കെ ഇവിടെയാണ് എന്നാണ് തോന്നുന്നത്, എനിക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് നേരെ റൂമിലോട്ടാണ് പോയി ഫുഡൊക്കെ കഴിച്ച്. ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ്. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, വിശപ്പിൻ്റെ ആ വിളിയുള്ളതുകൊണ്ട്. അങ്ങനെ ഒരു ലൈമൊക്കെ കുടിച്ച് ഞങ്ങൾ റൂമിൽ ഒന്ന് കുറച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ പോയത് പൂളിലോട്ടാണ്. അപ്പോൾ എൻ്റെ വിച്ചുക്കുട്ടി എന്ത് സന്തോഷമായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു വിധത്തിൽ അവൻ വെള്ളത്തിൽ നിന്ന് കയറത്തില്ല. അവൻ നല്ല തണുത്ത ഐസ് വാട്ടർ പോലെ ഇരിക്കുന്ന വെള്ളമാണ്. അവൻ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കിടുകിടാ വരയ്ക്കുന്നുണ്ട്, എന്നിട്ടും അവൻ വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല. എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ കുഞ്ഞു കുട്ടികളെ കണക്കായിപ്പോയി. എനിക്ക് വൈഷ്ണവിക്ക് ഒരുപാട് അങ്ങ് ഇറങ്ങാൻ പറ്റില്ല, ഇവനുള്ളതുകൊണ്ട് ഒരുപാട് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ മഹേഷേട്ടൻ കയറിയതിന് ശേഷമാണ് ഞാനും വൈഷ്ണവിയും കുറച്ച് നേരം കളിക്കുകയും ഇതൊക്കെ ചെയ്തത്. എല്ലാവരും കുട്ടികളായിട്ടോ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ. നല്ല രസമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതും. നൈറ്റ് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ക്യാമ്പ് ഫയറിൻ്റെ സംവിധാനങ്ങൾ തുടങ്ങി കേട്ടോ. ഡാൻസ്, പാട്ട്, ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ഗെയിംസൊക്കെ നല്ലപോലെ ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. ഇതൊക്കെ ഗെയിമാണ്, ഞങ്ങളൊക്കെ തോറ്റ് പിന്മാറി വന്ന് നിൽക്കുന്നതാണ്. അത് കഴിഞ്ഞ് മഹേഷേട്ടൻ്റെ പാട്ടുണ്ടായിരുന്നു കേട്ടോ. ആരൊക്കെ പാട്ട് പാടുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മഹേഷേട്ടൻ്റെ പേര് വിളിച്ച് പറഞ്ഞു കേട്ടോ. ചേട്ടൻ പാടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചപ്പോൾ പുള്ളിക്കാരെ പാടി കേട്ടോ. നിന്നിരിയാകും മധുപാത്രത്തിലേ മധുപാത്രത്തിലേ മാസ്മര മധുരം നുകരാം ഞാൻ, മാസ്മര മധുരം നുകരാം ഞാൻ. എന്റെ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം നീട്ടും ഗന്ധർവം നീ സ്വപ്നം കാണും ആകാശത്തോട്ടിൽ കിന്നരം, ആകാശത്തോട്ടിൽ കിന്നരം. എല്ലാവരും കൈയടി കേട്ടപ്പോൾ ഞാൻ നല്ല പ്രൗഡായി പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടൊരു ഡാൻസ്, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടോ ഈ മനുഷ്യൻ്റെ കൂടെ ഇങ്ങനെ ഒരു പബ്ലിക്കിലൊരു ഡാൻസ്. വീട്ടിൽ കിടന്ന് കളിക്കുമെങ്കിൽ പബ്ലിക്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ. അത് ഒരുപാട് ഹാപ്പിയാണ്, ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ കേട്ടോ. പിന്നെ നമ്മുടെ പയ്യന്മാരുടെ ഡാൻസ് അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഡേ അവസാനിച്ചു കേട്ടോ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.